ജസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കിടയിലെ തർക്കം മാധ്യമങ്ങളിൽ അത് ഒരു പരിധി വിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഉള്ളിലുള്ളവരുടെ ഇടയിൽ ആയിട്ട് ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചു കൂട്ടിയത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സിനിമ എന്ന് പറയുന്നത് സിനിമ, സ്പോർട്സ്, രാഷ്ട്രീയം ഒക്കെ മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഒരു വിനോദമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സിനിമ ഏറ്റെടുക്കുമ്പോൾ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. കാരണം 2024 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമായിരുന്നു. അതായത് ഒരു ജനുവരി വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഡിസംബർ വരേക്കും ഏറ്റവും നല്ല ഹിറ്റുകൾ ഉണ്ടായ ഒരു വർഷമാണ് 2024. അപ്പം അങ്ങനെ ഒരു വർഷത്തിൽ നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യവസായം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ഇതിന് വേണ്ടപ്പെട്ട പ്രധാനമായ കാര്യങ്ങൾ ഞങ്ങളെ അത്രമാത്രം വേണ്ട രീതിയിൽ കാണുന്നില്ലേ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ട്. മറ്റ് ഭാഷകളെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അന്യഭാഷാ ചിത്രങ്ങൾ അവരെടുക്കാനായിട്ട് തയ്യാറാകുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയിൽ നിന്ന് ഭയങ്കരമായ ഡിസ്കഷൻ വരികയും ഞങ്ങളുടെ ഒരു ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് കൂടിയപ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് കൂടെ ഞങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മെയിൻ പ്ലാറ്റ്ഫോമുകളായ അവരൊന്നും ഇപ്പോൾ മലയാള സിനിമ ബിഫോർ റിലീസ് എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതിൻ്റെ ഒരു ചർച്ച ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഗൗരവമായിട്ട് ഓരോ മാസവും ഇങ്ങനെ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ കൂടിയപ്പോൾ നമുക്ക് സംയുക്ത മീറ്റിംഗ് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചു ചേർത്ത ഒരു സംയുക്ത മീറ്റിംഗ്, അതിൻ്റെ അകത്ത് ഫിയോക്ക് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ചേംബറിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആർട്ടിസ്റ്റിനെ നമ്മൾ ഈവൻ വിളിച്ചു ചേർന്നു. അപ്പോൾ അവർക്കത് വരാനായിട്ട് ഈവൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ മെമ്പറായിട്ടുള്ള ആൻജറിനെ എല്ലാം ഞങ്ങൾ വിളിച്ചിരുന്നതാണ്. അപ്പോൾ പറ്റുന്നവർ മാത്രം അന്ന് അവൈലബിലിറ്റി, ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആ ദിവസം ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം അന്ന് ആൻജറിന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പല സംഘടനകൾ കൂടി ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡിസ്കഷൻ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ് എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ളത്. മെയിനായിട്ട് ഞങ്ങൾ തിയേറ്ററുകാരനെ കൂടെ ഇതിനകത്ത് വിളിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, തിയേറ്ററിൽ നമ്മൾ പടം എത്തിക്കുകയാണ്. കാരണം അവർക്കിത് അറിയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു വിഷമം തിയേറ്ററുകാരോട് പറഞ്ഞു. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കും, തിയേറ്ററിൽ ഒരു മിനിമം അഡ്വാൻസ് നമുക്ക് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു വ്യവസ്ഥ, ഒരു മിനിമം ഗ്യാരണ്ടി, അതായത് നമ്മളൊരു പടം ഒരു തിയേറ്ററിൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു എക്സാമ്പിൾ, ഒരു എറണാകുളത്ത് പത്മ എന്ന് പറയുന്ന തിയേറ്ററിൽ അല്ലെ കവിത എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മളൊരു പടം ഒരു 50 ലക്ഷം രൂപ വരെ പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്ന പടങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് മിനിമം ഗ്യാരണ്ടിക്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ 10 ലക്ഷം രൂപ വരുന്ന ആ ഒരു 10 ലക്ഷം രൂപ ഗ്യാരണ്ടി പ്രൊഡ്യൂസർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ ഒരു സംയുക്ത മീറ്റിംഗിൽ. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ, ടെക്നീഷ്യന്മാരുടെ റെമ്യൂണറേഷൻ, ഇതെല്ലാം നമുക്ക് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതെല്ലാം ഇതൊക്കെ അറിയിച്ചുകൊണ്ടിട്ട് ഞങ്ങളൊരു ലെറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയ്ക്ക് അയച്ചിരുന്നു. ആ ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ 30% ആർട്ടിസ്റ്റുകൾ, അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ അതിൻ്റെ ഒരു 30%, ഡബ്ബിംഗ് സമയത്ത് ഞങ്ങളൊരു 30%, ബാക്കി 40% എന്ന് പറയുന്നത് ബിഫോർ റിലീസ്. അപ്പം നിങ്ങൾക്കറിയാം, ഡബ്ബിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഹോൾഡ് ഇല്ല, പ്രൊഡ്യൂസർ തരാതിരിക്കാം. അപ്പം അതിനുള്ള ഒരു ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ടിട്ട് ആ ബാക്കി വരുന്ന 40% എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് കിട്ടിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു NOCയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാനായിട്ടുള്ള NOC നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയും ചെയ്തിട്ട് ഉള്ള ഒരു ലെറ്റർ ഞങ്ങൾ അമ്മ അസോസിയേഷന് അയച്ചിരുന്നു. അപ്പം
അപ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഈ 5 ലക്ഷം രൂപ മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കൊരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്നും, ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് PN വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അവരുടെ ജനറൽ ബോഡി കൂടുന്നത് വരെ ഞങ്ങൾക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അമ്മ എന്ന് പറയുന്ന സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത്, ഈ ഇടെ അസോസിയേഷൻ, പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു കടബാധ്യത പോലും തീർന്നത്. അപ്പം അത്രയും നല്ലൊരു റാപ്പോ ഞങ്ങൾക്കുള്ളിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇപ്പം ഇവനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ, ഇത് വേറെ. കാരണം അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ അമ്മ അസോസിയേഷനുള്ളൂ. അപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ. ഈ വക നിസ്സാര കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നടന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ വന്ന അടുത്തൊരു ഡിസ്കഷനാണ് ഈ ടാക്സിന്റെ പ്രോബ്ലം, ഡബിൾ ടാക്സ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഏത് സാധനം വാങ്ങുമ്പോഴും ഒരു സംഭവം ഒരു കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ, സാധനം വാങ്ങുവാണെങ്കിൽ അതിനൊരു ടാക്സ് ഉണ്ട്. അപ്പം ആ ടാക്സ് കൂടെ GST കൂടെ അടച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച്, സിനിമേനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഡബിൾ ടാക്സേഷൻ വരുവാണ്. ഗവൺമെന്റിന്റെ ഇടയിലുള്ള, സർക്കാരിന്റെ ഇടയിലുള്ള അധിക നികുതി ചാർജും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ടിട്ട് അത് പ്രേക്ഷകരിലേക്കാണ് അത് എത്തുന്നത്. അപ്പൊ പ്രേക്ഷകർ എന്താണെന്ന് അവിടെ ചൂസ് ചെയ്യാവുകയാണ്. അപ്പം ഒരു ഹിറ്റാവുന്ന പടത്തെ മാത്രം കണ്ടുകൊണ്ടിട്ട് തിയേറ്ററിൽ വരാം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിനിമേനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ട് നിൽക്കുന്ന തിയേറ്ററുകളെല്ലാം പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഞാൻ ഒരു നിർമ്മാതാവാണ്. നിർമ്മാതാവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയത്. ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു തിയേറ്റർ നടത്തുന്ന ഒരാളായി മാറിയത്. അപ്പം ഞാൻ എനിക്ക് കേരളത്തിൽ 38-40ഓളം തിയേറ്ററുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഓണർഷിപ്പിലല്ല, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നതാണ്. ഞാൻ ഈ നടത്തുന്ന തിയേറ്ററുകളെല്ലാം ഇതിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഞാൻ ലീസിന് വാങ്ങിയിരിക്കുന്ന തിയേറ്ററുകളാണ്. അപ്പം അവരത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത് അവർക്കത് നടത്താനായിട്ട് പറ്റുന്നില്ല, ലാഭകരമല്ലാത്തത് കൊണ്ടിട്ടാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനതൊരു 100% സിനിമയോടുള്ള ഒരു പാഷന്റെയും കൂടെ പുറത്താണ് ഞാൻ സിനിമ തിയേറ്ററുകളിലൂടെ റൺ ചെയ്യുന്നത്. അപ്പം എനിക്ക് സിനിമ തിയേറ്ററുകാരുടെ അവസ്ഥ വളരെയധികം നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ 17-18 സ്ക്രീനുകളോളം കേരള സർക്കാരിൻ്റെയാണ്. കൈരളി ശ്രീ തിയേറ്ററുകൾ സർക്കാരിൻ്റെ തിയേറ്ററുകളാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോൾ ഒരു തിയേറ്റർ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരു സ്ഥലത്ത് സർക്കാരിൻ്റെ ഒരു തിയേറ്ററും നടത്തുമ്പോൾ, അവിടെ 2 തിയേറ്റർ നടത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് വിളിക്കുന്നത് പടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലായിട്ട് ബിസിനസ് ചെയ്യുന്ന എനിക്കോ അല്ലെ എന്നെ പോലെയുള്ള ആൾക്കോ പടം തരുവോ അത് സർക്കാർ തിയേറ്ററിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുമോ? അപ്പം സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്കൊരു ഭീഷണിയാണ്. കാരണം സർക്കാരും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും സർക്കാരും ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കാരിനല്ലേ മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു നിർമ്മാണം, ഒരു അസോസിയേഷനിൽ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിംഗിൽ പുതിയതായിട്ട് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് 10-30 സിനിമകളാണ്, പുതിയ സിനിമകൾ പ്രപ്പോസലായിട്ട് വരുന്നത്.